Hi students, today we can discuss a poem from the fourth module, The Marginalized and Their Rights, Spectrum, Literature and Contemporary Issues, Common Course English. Caring for Animals. As the title suggests, this poem is something on animal caring. You can see some logos and images related with the subject, animal caring. This poem, Caring for Animals, is authored by John Silkin. ജോൺ സിൽക്കിൻ എന്ന ഒരു ബ്രിട്ടീഷ് പോയറ്റാണ് ഈ പോയം എഴുതിയത്. ഹിസ് ഇമേജ് ഇസ് ഡിസ്പ്ലേഡ് ഹിയർ ആൻഡ് ഹിസ് ബർത്ത് ഡെത്ത് ഇയർ ഈസ് ഓൾസോ മെൻഷൻ ഹിയർ. ഇനിയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം, പഠിക്കാൻ ശ്രമിക്കാം. ജോൺ സിൽക്കിൻ he was born in an immigrant family in London. ലണ്ടനിലെ ഒരു ജൂത കുടിയേറ്റ കുടുംബത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഇമിഗ്രൻ്റ് എന്ന് പറഞ്ഞാൽ കുടിയേറ്റക്കാരൻ എന്നാണ്. അതായത് മറ്റൊരു രാജ്യത്ത് നിന്ന് എന്തെങ്കിലും കാരണങ്ങളായിട്ട് എന്തെങ്കിലും സമ്മർദ്ദങ്ങൾ കാരണം പുതിയ രാജ്യത്തിലേക്ക് വരുന്നവരെ, അവിടെ സെറ്റിലാകുന്നവരെയാണ് നമ്മൾ ഇമിഗ്രൻ്റ് എന്ന് പറയുക. ഓക്കെ, സോ ഹീ ഹെയിൽസ് ഫ്രം ആൻ ഇമിഗ്രൻ്റ് ഫാമിലി ഇൻ ലണ്ടൻ. ഓക്കെ, നമുക്കറിയാം കെയറിങ് ഫോർ ആനിമൽസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പോയവും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, നമ്മൾ ടെക്സ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ദ മാർജിനലൈസ്ഡ് ആൻഡ് ദെയർ റൈറ്റ്സ് എന്ന മൊഡ്യൂളിലാണല്ലോ. സോ ഈ പോയം മുന്നോട്ട് വയ്ക്കുന്നത്, ഈ പോയത്തിലെ ആനിമൽസ് ഒരു മാർജിനലൈസ്ഡ് സെക്ഷനാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പോയം ആൻഡ് ദ പോയറ്റ് രണ്ട് പേരും എന്താണ്, ഈ ഒരു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയിലാണ് ഒരു പരിധി വരെ കാണാൻ കഴിയുക. ബിക്കോസ് ഇദ്ദേഹം ഒരു രാജ്യത്ത് ഒരു കുടിയേറ്റക്കാരനായതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ ഒരു മാർജിനലൈസ്ഡ് ആയിട്ടായിരിക്കാം അദ്ദേഹം കഴിയുന്നത്. ഓക്കെ, ഒരു പരിധി വരെയെങ്കിലും. മാർജിനലൈസ്ഡ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടത്, അതായത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ മുൻധാരയിൽ പ്രവർത്തിക്കാൻ കഴിയാതെ, നിൽക്കാൻ കഴിയാതെ അല്പം മാറ്റി നിർത്തപ്പെട്ടവരെയാണ് നമ്മൾ മാർജിനലൈസ്ഡ് എന്ന് പറയുക. സോ ഹിയർ പോയം ആൻഡ് ദ പോയറ്റ് രണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി ആയിട്ടാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ് നമുക്ക് നോക്കാം. മേജർ വർക്ക്സ്: ദ പോർട്രേറ്റ് ആൻഡ് അതർ പോയംസ്, ദ പീസബിൾ കിങ്ഡം, ദ ടു ഫ്രീഡംസ്, ലിവിംഗ് വോയിസസ്, ദ റെക്കോർഡിംഗ് ഓഫ് ദ സ്റ്റോൺസ്, നേച്ചർ വിത്ത് മാൻ. Okay, apart from these works, he wrote several poems, several works, but I just mentioned a few of them. Okay, next, Silkin's poems often focus on 3 points. അദ്ദേഹം തൻ്റെ പോയംസ് കൂടുതലായിട്ട് അറ്റൻഷൻ മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്തിരുന്നത് 3 ഏരിയാസിലേക്കാണ്. അത് നമുക്ക് 3 പോയിൻറ്റ്സ് ആയിട്ട് പഠിക്കാം. ഹിസ് ജൂയിഷ് ഐഡൻറ്റിറ്റി. വൺ ഈസ് അദ്ദേഹത്തിൻ്റെ ജൂത സ്വത്വ ബോധം. അദ്ദേഹം പോയം എഴുതുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജൂത പാരമ്പര്യമോ വിശ്വാസമോ ഒക്കെ അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു, ഹൈലൈറ്റ് ചെയ്തിരുന്നു. നെക്സ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഫോക്കസ് എന്തായിരുന്നു? എ സെൻസ് ഓഫ് ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്ഥാനഭ്രംശം. ബിക്കോസ് അദ്ദേഹവും ഞാൻ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ ഫാമിലിയൊക്കെ മറ്റു രാജ്യത്ത് നിന്നും അവിടെ നിന്നും മാറി ലണ്ടനിലേക്ക് വന്നു. ഓക്കെ, ദെൻ അദ്ദേഹത്തിൻ്റെ ജീവിത സമയത്ത് പറയുന്നത് ഡ്യൂറിങ് ദ സെക്കൻഡ് വേൾഡ് വാർ ഹി വാസ് ഫോഴ്സ്ഡ് ടു ലീവ് ലണ്ടൻ ആൻഡ് സെറ്റിൽഡ് അറ്റ് വെയിൽസ് എന്ന് പറയുന്ന സ്ഥലത്താണ് പിന്നെ അദ്ദേഹം സെറ്റിലാവുന്നത്. അതായത് രണ്ടാം ലോക മഹായുദ്ധത്തേക്ക് യുദ്ധസമയത്ത് അദ്ദേഹത്തിന് തന്നെയും താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഡിസ്ലൊക്കേറ്റ് ചെയ്യപ്പെടേണ്ടി വന്നു. അപ്പോൾ ഇത്തരത്തിലൊക്കെ അദ്ദേഹത്തിന് സ്ഥിരമായ ഒരു സ്ഥലം അന്യമായി കാണപ്പെട്ടിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയം അദ്ദേഹത്തിൻ്റെ പോയംസിൽ ഹൈലൈറ്റ് ചെയ്തിരുന്നു. ദ തേർഡ് ഫോക്കസ്, ദ ഡിവൈഡ് ബിറ്റ്വീൻ ഹ്യൂമൻ കൈൻഡ് ആൻഡ് നേച്ചർ. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഭിന്നത, വിടവ്, ഇതിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പോയംസിൽ ഹൈലൈറ്റ് ചെയ്തിരുന്നു. ഒരു പക്ഷേ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കെയറിങ് ഫോർ ആനിമൽസ് ഈ പറയുന്ന മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഫോക്കസിൽ നിന്നുമായിരിക്കും, ബേസ് ചെയ്തിട്ടായിരിക്കാം ദ ഡിവൈഡ് ബിറ്റ്വീൻ ഹ്യൂമൻ കൈൻഡ് ആൻഡ് നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ 3 പോയിൻറ്റ്സ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ്, വി ക്യാൻ മൂവ് ഓൺ ടു ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ പോയം. In the second half of the 20th century, our attitude towards animals changed a lot. അപ്പോൾ ഇത് നമുക്ക് എക്സാമിനൊക്കെ നിങ്ങൾക്ക് these sentences can be studied. ഓക്കെ, 20ാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്തിന് ശേഷം മൃഗങ്ങളോടുള്ള സമീപനം, കാഴ്ചപ്പാടൊക്കെ വളരെ നല്ല രീതിയിൽ മാറുകയുണ്ടായി. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിരുന്നു മൃഗങ്ങളോട് പിന്നെ ഉണ്ടായിരുന്നത്. അതിൻ്റെ റിസൾട്ടാണ് സെവറൽ എൻവയൺമെൻറ്റൽ മൂവ്മെൻറ്റ്സ് സ്റ്റാർട്ടഡ്. അവരുടെ പ്രൊട്ടക്ഷനുമൊക്കെ അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒത്തിരി മൂവ്മെൻറ്റ്സ് വന്നു. ലോസ് വെയർ ഫ്രെയിംഡ് ടു പ്രൊട്ടക്റ്റ് അനിമൽസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സോ മെനി ലോസ് വന്നു. സോ
ആ ഒരു ബേസിൽ ദിസ് ജോൺ സിൽക്കിങ്സ് കെയറിങ് ഫോർ ആനിമൽസ് എന്ന് പറയുന്ന പോയവും ഇറ്റ് ഈസ് ക്വയറ്റ് സിഗ്നിഫിക്കൻറ്റ്, വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു പോയമാണ് ഈ ജോൺ സിൽക്കിൻ്റെ പോയവും. ഓക്കെ, നീഡ് ഫോർ പ്രൊട്ടക്റ്റിംഗ് ആനിമൽസ്. നെക്സ്റ്റ് നമുക്ക് ഇതിനോടൊപ്പം തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ കഴിയും ഒന്ന് രണ്ട് ആനിമൽ വെൽഫെയർ ബോഡീസ്, ആനിമൽ പ്രൊട്ടക്റ്റിംഗ് ആക്ടിവിറ്റീസ്, ദെയർ അസോസിയേഷൻസ്, അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് പുറത്തുള്ള കാര്യമാണ്. പീപ്പിൾ ഫോർ ആനിമൽസ് ആക്ച്വലി നമ്മുടെ ഇന്ത്യയിൽ തന്നെ മേനകാ ഗാന്ധിയൊക്കെയാണ് ഇതിൻ്റെ ഫൗണ്ടിങ് മെമ്പേഴ്സ്. നെക്സ്റ്റ് പീപ്പിൾ ഫോർ ദ എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആനിമൽസ്, പേറ്റ എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ആനിമൽ വെൽഫെയർ ബോഡി. അതിൽ ഇന്ത്യയിൽ നിന്നും മേരി കോം ആണ് അതിൻ്റെ അംബാസഡറായിട്ടൊക്കെ പ്രവർത്തിക്കുന്നത്. സോ ഇൻ ദിസ് വേ നേഷൻ വൈഡ് ആയാലും ഇൻ്റർനാഷണൽ തലത്തിലായാലും ഒത്തിരി അനിമൽ റെസ്ക്യൂ ടീംസ് ഓർഗനൈസേഷൻസ് ഒക്കെ സ്റ്റിൽ ഫങ്ഷനിങ് വെൽ. ഓക്കെ, നെക്സ്റ്റ് കെയറിങ് ഫോർ ആനിമൽസ് ഫ്രം ദ കളക്ഷൻ ദ പീസിബിൾ കിങ്ഡം. ഇതൊന്ന് പഠിച്ചു വയ്ക്കുക, സംടൈംസ് വൺ വേർഡിനൊക്കെ ചോദിക്കാം. ദ പീസിബിൾ കിങ്ഡം എന്ന് പറയുന്ന കളക്ഷനിൽ നിന്നുമാണ് കെയറിങ് ഫോർ ആനിമൽസ് ഇവിടെ എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വാട്ട് ദ പോയറ്റ് വാണ്ട്സ് ടു കൺവേ. പോയറ്റ് എന്താ ഒരു പോയത്തിലൂടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഇസ് റിട്ടൻ ഇൻ സിമ്പിൾ വേർഡ്സ്, ഈസി ടു അണ്ടർസ്റ്റാൻഡ്. സ്റ്റുഡൻസ് ഒന്ന് നോക്കുക. Just like human beings, all animals need love, care, affection, etc. He suggests that we should generate love, mercy, and care for the animals. When we extend such values and considerations towards animals, naturally we expand the boundaries of the human world. വേറൊന്നുമില്ല, മനുഷ്യർക്ക് ആവശ്യം ഉള്ളതുപോലെ മനുഷ്യരുടെ ഒരു നീഡാണ് ലവ്, കെയർ, അഫെക്ഷൻ. അതുപോലെ തന്നെയാണ് ആനിമൽസും ഈ നീഡ് അവർക്കുമുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇത്തരത്തിലുള്ള ലവ്, കെയർ, അഫെക്ഷൻ, ഇത്തരം വാല്യൂസ്, കൺസിഡറേഷൻസ് ഒക്കെ അനിമൽസിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ, പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, വ്യാപിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹ്യൂമൻ വേൾഡിനോട് നമുക്കുള്ള സ്നേഹവും കെയറും അഫെക്ഷനും ഒക്കെ എന്ത് ചെയ്യും? എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ബൗണ്ടറീസ് നമുക്ക് വലുതാക്കാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ ജോൺ സിൽക്കിൻ്റെ ലാസ്റ്റ് 2 ലൈൻസ്, പോയത്തിൻ്റെ ലാസ്റ്റ് 2 ലൈൻസ് എങ്ങനെയാണ്? ഫ്രം ഗ്രോയിങ് മേഴ്സി ആൻഡ് എ മോഡറേറ്റ് ലവ്, ഗ്രേറ്റ് ലവ് ഫോർ ദ ഹ്യൂമൻ ആനിമൽ ഒക്കേഴ്സ്. There's an inseparable bond between animals and human beings. ആക്ച്വലി ഈ പോയം കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട ഒരു സെൻറ്റൻസ് ആണ്. there is an inseparable bond between animals and human beings. മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. ഓക്കെ, next we can move on to the poem. Poem is displayed here and also it is there in your textbook. So when you study the chapter side by side, you have to go through the poem also. For the time being, I would like to skip this poem because it's there in your textbook. Then we can discuss the poem. I ask sometimes why these small animals with bitter eyes, why we should care for them. So here the poet begins the poem with a question, a query, ഒരു ചോദ്യം, ഒരു അന്വേഷണത്തോടെ തുടങ്ങുകയാണ്. Why human beings should take care of those small animals, why we should protect them, why we should take up the responsibility. ഇത്തരം സ്മോൾ ആനിമൽസ് വിത്ത് ബിറ്റർ ഐസ്, ചെറിയ ക്രൂര സ്വഭാവമുള്ള കണ്ണുകളുള്ള ഈ ആനിമൽസിനെ വൈ വി ഷുഡ് പ്രൊട്ടക്റ്റ് ദം എന്ന് ചോദിക്കുകയാണ്. ദിസ് സെയിം ക്വസ്റ്റ്യൻ ഈസ് ആസ്ക്ഡ് ടു ദ സ്കൈ, ടു ദ സെറീൻ ബ്ലൂ വാട്ടർ. അതായത് അദ്ദേഹം ഈ സെയിം ചോദ്യം എന്ത് ചെയ്യണം? തല ഉയർത്തി ആകാശത്തോട് ചോദിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഭൂമിയിൽ നിശ്ചലമായി ശാന്തമായി നിൽക്കുന്ന സമുദ്രത്തോടും ചോദിക്കുകയാണ്, വൈ വി ഷുഡ് ടേക്ക് കെയർ ദീസ് ആനിമൽസ്. ബട്ട് ഇറ്റ് കനോട്ട് സേ, ഇറ്റ് ഗീവ്സ് നോ ആൻസർ. പക്ഷേ ഒരു ഉത്തരവും അവരിൽ നിന്നും ഇവയിൽ നിന്നുമൊന്നും ലഭിച്ചില്ല. നെക്സ്റ്റ് ഹീ മൂവ്സ് ഓൺ, അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുകയാണ്. ആൻഡ് നോ ആൻസർ റിലീസസ് ഇൻ മൈ മൈൻഡ്. എൻ്റെ ബ്രെയിനിൽ പോലും ഒരു ആൻസർ വന്നില്ല, ഒരു കൺക്ലൂഷനും എനിക്ക് ലഭിച്ചില്ല. ഈവൻ മൈ ബ്രെയിൻ ഈസ് നോട്ട് ഗിവിങ് എ കൺക്ലൂഷൻ, എ റൈറ്റ് ആൻസർ എനിക്ക് ലഭിച്ചിട്ടില്ല, എനിക്ക് തരുന്നില്ല. ഇൻസ്റ്റെഡ് അതിന് പകരം എ പ്രൊസഷൻ ഓഫ് ഗ്രേ ഷെയ്ഡ്സ് പാച്ച്ഡ് ആൻഡ് വിംപറിങ്, അതിന് പകരമായിട്ട് സോ മെനി തോട്ട്സ്, കൺഫ്യൂസ്ഡ് തോട്ട്സ് റൈസ് ഇൻ മൈ മൈൻഡ്. ഒന്നും വ്യക്തമല്ലാത്ത ഒത്തിരി ചിന്തകളുടെ ഒരു ഘോഷയാത്ര തന്നെ തൻ്റെ മനസ്സിൽ ഉയർന്നു വരുന്നതായിട്ട് പോയറ്റ് ഇവിടെ പറയുകയാണ്. ഓക്കെ, സോ ആക്ച്വലി ഹി വാസ് കൺഫ്യൂസ്ഡ്. അദ്ദേഹത്തിന് കൺഫ്യൂഷനും അതുപോലെ തന്നെ ആങ്സൈറ്റിയും ഒക്കെ അദ്ദേഹത്തിനുണ്ട്. ദെൻ ഹി ഡിസ്പ്ലേ സം ആനിമൽസ് വിച്ച് ആർ ബീങ് ടോർച്ചർഡ് ബൈ ഹ്യൂമൻ ബീങ്സ്. ഹ്യൂമൻ ബീങ്സിനാൽ ടോർച്ചർ ചെയ്യപ്പെട്ട കുറേ ഇമേജസ് ഇവിടെ വെക്കുകയാണ്. ഡോഗ്സ് വിത്ത് ക്ലിപ്ഡ് ഇയേഴ്സ്, വീസിങ് കാട്ട് ഹോഴ്സസ്, എ ഫ്ലൈ വിത്തൗട്ട് ഷാഡോ ആൻഡ് വിത്തൗട്ട് തോട്ട്, ചെവി മുറിഞ്ഞ നായ്ക്കൾ, അതുപോലെ തന്നെ ബ്രീതിങ് ഡിഫിക്കൽറ്റി അനുഭവപ്പെടുന്ന കുതിരകൾ, അതായത് കാട്ട് ഹോഴ്സസ്,
ഈ കുതിര വണ്ടിയൊക്കെ വലിച്ച് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി അനുഭവിക്കുന്ന, ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കുതിരകൾ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു ഇൻസെക്റ്റ്, ഒരു നിഴൽ പോലും ഭൂമിയിൽ പതിക്കാൻ കഴിയാത്ത ഒരു ഇൻസെക്റ്റ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. Then he continues, is it with these menaces to our vision, with this procession led by a man carrying wood, we must be concerned? ഇനി അദ്ദേഹം മറ്റൊരു ക്വസ്റ്റ്യൻ മുന്നോട്ട് വയ്ക്കുകയാണ്. അതായത് ജീവിതഭാരവും പ്രാരാബ്ദങ്ങളും പേറി നടക്കുന്ന, പ്രാരാബ്ദങ്ങൾ വഹിച്ച് നടക്കുന്ന, അത്രത്തോളം കഠിനമായ ജീവിതം നയിക്കുന്ന മനുഷ്യൻ ഇത്തരത്തിലുള്ള പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭീകരമായ വിഷൻസിന് നേരെ നമ്മൾ ശ്രദ്ധ പുലർത്തണോ? നമ്മുടെ പ്രാരാബ്ദങ്ങളൊക്കെ നമുക്കൊരു വശത്തുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കൺസേൺഡ് ആവണോ, പരിഗണന എടുക്കണമോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഒരു ഇമേജ് ഉണ്ട്, എ മാൻ ക്യാരിങ് വുഡ്. എ മാൻ ക്യാരിങ് വുഡ് എന്ന് അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ജീസസ് ഹു വാസ് ക്രൂസിഫൈഡ്. കാൽവരി കുന്നിൽ മരക്കുരിശിൽ ക്രൂശിതനായ ജീസസിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം മരക്കുരിശ് പേറിക്കൊണ്ടാണ് കാൽവരി കുന്നിലേക്ക് പോയതെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ ആ ഒരു വലിയ പ്രാരാബ്ദം വഹിച്ചുകൊണ്ട് പോയി അദ്ദേഹം അവിടെ വധിക്കപ്പെടുകയാണ്. അതാണ് അവിടെ എ മാൻ ക്യാരിങ് വുഡ് റെഫർ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഹി റിസൺ ഓൺ ദ തേർഡ് ഡേ. അദ്ദേഹം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി. എന്നിട്ട് പോയറ്റോടെ പറയുന്ന സ്വർഗത്തിൻ്റെ ഒരു കാഴ്ചയാണ് പറയുന്നത്. ദ ഹോളി ലാൻഡ്, ദ റെയറിങ് ഗ്രീൻ ഐലൻഡ് ഷുഡ് ബി കൈൻഡ്ലിയർ ദാൻ ദിസ്. ഒരുപക്ഷെ ജീസസ് ഇരിക്കുന്ന ആ സ്വർഗം മൃഗങ്ങളോട് കൂടുതൽ ദയവ് കാണിക്കാൻ സാധ്യതയുണ്ട്. മനുഷ്യരെ പോലെയല്ല, സ്വർഗത്തിൽ തീർച്ചയായിട്ടും മൃഗങ്ങൾക്ക് നല്ല വിലയും കാരുണ്യമൊക്കെ ലഭിക്കുമെന്ന് പോയറ്റ് ഇവിടെ ആഗ്രഹിക്കുന്നു. യെറ്റ് ദ ആനിമൽസ് അവർ ഗോസ് നീഡ് ടെൻറ്റിങ് ടു ടേക്ക് ഇൻ ദ വിപ്ഡ് കാറ്റ് ആൻഡ് ദ ബ്ലൈൻഡഡ് ഔൾ. എന്നിട്ട് പോയറ്റ് പറയുകയാണ്, വാട്ട് ഓർ ദ കേസ് മേ ബി, എന്തൊക്കെയാണ് കാര്യമെങ്കിലും വി ഹാവ് ടു കൺസിഡർ these animals, we have to tend to them, we have to care them എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ബിക്കോസ് ദേ ആർ ആക്ച്വലി അവർ ഗോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിഴലെന്നാണ്. അതായത് പോയറ്റ് ഈസ് ആക്ച്വലി കൺസിഡർഡ് ദം ആസ് ലൈക്ക് സിസ്റ്റേഴ്സ് ഓർ ബ്രദേഴ്സ്. ഒരു സിസ്റ്ററായിട്ടോ ബ്രദറായിട്ടൊക്കെയാണ് ഇവിടെ പോയറ്റ് ആനിമൽസിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നമ്മളൊരു പാർട്ട് ആൻഡ് പാർസൽ പോലെ ഈ ആനിമൽസിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. ടേക്ക് ഇൻ ദ വിപ്ഡ് കാറ്റ്, മുറിവേറ്റ അല്ലെങ്കിൽ വേദന അനുഭവിക്കുന്ന കാറ്റിനെ നമ്മൾ സ്വീകരിക്കുക. ബ്ലൈൻഡായ ഔളിനെ നമ്മൾ കൺസിഡർ ചെയ്യും. വി ഹാവ് ടു കൺസിഡർ ദം. ടേക്ക് അപ്പ് ദ മാൻസ് ട്രാപ്ഡ് സ്ക്യൂറൽ അപ്പോൺ യുവർ ഷോൾഡർ. മാൻ കെണിയിലാക്കിയ സ്ക്യൂറലിന് എന്ത് ചെയ്യണം? അതിന് സ്വാതന്ത്ര്യം നൽകണം. നമ്മുടെ ഷോൾഡറിൽ വെച്ച് അതിനെ നമ്മൾ സ്നേഹിക്കണം. അറ്റൻഡ് ടു ദ അൺനെസസറി ബീസ്റ്റ്. വൈൽഡ് അനിമൽസിനെ വി ഹാവ് ടു കൺസിഡർ ദം ഓൾസോ. ഓക്കെ, ബിക്കോസ് ദേ ആർ ഓൾസോ എ പാർട്ട് ഓഫ് ദിസ് എർത്ത്. എന്നിട്ട് അദ്ദേഹം കൺക്ലൂഷനിലേക്ക് പോവുകയാണ്. From growing mercy and a moderate love, great love for the human animal occurs. And your love grows, your great love grows and grows. അദ്ദേഹം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, മൃഗങ്ങളോടുള്ള ദയയും സ്നേഹവും കാണിക്കുമ്പോൾ സ്വാഭാവികമായും നാച്ചുറലി മനുഷ്യരോടുള്ള സ്നേഹം വളരും. അത് വീണ്ടും 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 വ്യാപിച്ചു കൊണ്ടിരിക്കുമെന്നാണ് പോയിറ്റ് ഇവിടെ വീക്ഷിക്കുന്നത്. ഓക്കെ, അതായത് when we consider animals, when we start to love animals, our love towards humankind will also grow, progress ആകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, so here ends the detailing. And I would like to conclude the session with a quote from Arthur Schopenhauer. Compassion for animals is intimately associated with goodness of character, and it may be confidently asserted that he who is cruel to animals cannot be a good man. മനുഷ്യർക്ക് മൃഗങ്ങളോട് ക്രൂവൽറ്റിയോടെയാണ് അല്ലെങ്കിൽ ദേഷ്യത്തോടെയാണ് അവർ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു മനുഷ്യനും ഒരു ഗുഡ് മാൻ ആകാൻ സാധിക്കുകയില്ല എന്ന് ഇവിടെ ആദർ ഷോപ്പനോവർ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ലേണിംഗ് ഡേ.